ഞങ്ങളുടെ പ്രേക്ഷകരോട് ഹാപ്പി ഈസ്റ്റർ പറയാ. എളിമ. അപ്പൊ ആദ്യം തന്നെ ഇച്ചിരി സർലാസും ഇച്ചിരി ബീഫ് കറിയും കൂട്ടിയിട്ട് ആദ്യം തന്നെ കഴിക്കുന്നത് ഓരോ കറിയും. അപ്പൊ നമ്മുടെ ഉച്ചക്കാലത്തെ ഭക്ഷണത്തിന്റെ സമയമായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഈസ്റ്റർ ഭക്ഷണങ്ങളെല്ലാം റെഡിയാക്കി എന്റെ ഫുൾ ക്രെഡിറ്റ് ഇന്ന് മിടുവിന് തന്നെയാണ്. കാരണം ഞാൻ വലിയ ഹെൽപ്പൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് പാത്രം കഴുകി കൊടുത്ത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാരും ചെയ്ത മിടുവിന് നന്ദി. അപ്പൊ നന്ദി ഇവിടെ ഇരിക്കാൻ പോണം. അപ്പൊ അതിന് മുമ്പായിട്ട് നമ്മുടെ കറികൾ നീ ഓൾറെഡി കാണിച്ചിട്ടുണ്ടാവൂലേ? നീ നമ്മുടെ കറികൾ എന്ന് പറയുന്നത് പോർക്കും കായും, പിന്നെ മാങ്ങ, മാമ്പഴ പുളിശ്ശേരി, ഇതില് മാങ്ങയുണ്ട് ഇങ്ങനെ കിടക്കണ്ടോ, അവരെ ഫുൾ മാങ്ങയുണ്ട് ഇങ്ങനെ. പുഴുള്ള മാങ്ങയാണോ? അല്ല, നല്ല ഫ്രഷ് മാങ്ങയാണ്, വിശ്വസിച്ച് കഴിക്കാം. അപ്പൊ മാങ്ങ ഇട്ടിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി, നമ്മുടെ ഇവിടുത്തെ. അതെ, ഈ മാങ്ങ എന്നറിയോ, നമ്മുടെ ഈ വീടിന്റെ മുന്നിൽ നമ്മൾ പറയാറില്ലേ, കേടുവന്ന് പഴുത്ത് കഴിഞ്ഞാൽ നിലത്തേക്ക് വീഴുന്നു. പക്ഷെ ആ മാങ്ങ പച്ചക്ക് നല്ല സൂപ്പറാണ്, നല്ല പുളിയാണ്. അതെ, അപ്പൊ ആ മാങ്ങയാണ് ഇവിടെ കറി വെച്ചേക്കുന്നത്. പിന്നെ ബീഫ് നന്നായിട്ട് വരട്ടി എടുത്തും ഇടും, എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല സൂപ്പർ സാധനമാണ്. പിന്നെ ഇത് നമ്മുടെ കോഴിക്കറി, കോഴിയും ഉരുളൻകിഴങ്ങും, പിന്നെ സർലാസ്, വെണ്ടക്കായ, കൊഴുവ ഫ്രൈ. ഇതില് ഏറ്റവും സ്പെഷ്യൽ, ഏറ്റവും സൂപ്പർ എന്ന് പറയുന്നത് കൊഴുവ ഫ്രൈ തന്നെയാണ്. ബീഫിനേക്കാളൊക്കെ എനിക്ക് ഇഷ്ടമായി കൊഴുവ ഫ്രൈ തന്നെയാണ്. കൊഴുവ ഫ്രൈ സൂപ്പറാണ്. മാങ്ങിനെ കാണിച്ചു തരാം. ഞാനൊന്ന് മോളിൽ പോയിട്ട് ഈ ചാക്കിലൊരു പകുതി ചാക്ക് മാങ്ങ പിടിച്ചിട്ടൊന്ന് മോളിൽ കഴിഞ്ഞിട്ട് ഈ മാങ്ങ കൊണ്ടുള്ള നമ്മൾ കറി വെച്ചേക്കണം കേട്ടോ. പക്ഷെ ഇത് ഇപ്പം ഈ പ്രായത്തിൽ ഇത് കേടൊന്നുമില്ല. ഇച്ചിരി വലുതായി കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പുഴു വരും. അപ്പോൾ ആദ്യം തന്നെ ഇച്ചിരി സർലാസും ഇച്ചിരി ബീഫ് കറിയും കൂട്ടിയിട്ട് ആദ്യം തന്നെ കഴിക്കണം. ഓരോ കറിയും സെപ്പറേറ്റ് കഴിച്ചാലേ അതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ, അല്ലേ ഗ്രേസേ? പിന്നെ ഗ്രേസ് എല്ലാ കറിയും ഒരുമിച്ചിട്ടില്ല, ഇച്ചിരി ഇട്ടിട്ടുള്ളൂ. നോക്കിയാൽ ഗ്രേസിന്റെ പാത്രത്തില് എന്നിട്ടായാലും കഴിക്കട്ടെ. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് ഞാൻ പോർക്കും അതുപോലെ നമ്മുടെ വെണ്ടക്കായ ഉണ്ട് എടുത്തേക്കണേ. ഓരോന്നും മാറി മാറിയാണ് ടേസ്റ്റ് ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. സ്റ്റീവിൻ്റെ ഓൾറെഡി നേരത്തെ മിടു വാരി കൊടുത്തു. സ്റ്റീവിൻ്റെ ഓൾറെഡി ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞാണ് സ്റ്റീവ് അവിടെ നടക്കുന്നത്. അമ്മയാണെങ്കിൽ ഇന്ന് ഇങ്ങോട്ട് വന്നില്ല. അമ്മ ഓൾറെഡി ഇന്നലെ കുറേ അനങ്ങിയതാണ്. നമ്മൾ ഓരോ സ്ഥലത്തേക്കൊക്കെ പോയി, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ. അപ്പോൾ കൊണ്ട് അമ്മ അവിടെ നിന്ന് ഇനി ഇറങ്ങണില്ല, അമ്മ അവിടെ ഇരുന്ന് കഴിക്കണുള്ളൂ എന്നും പറഞ്ഞ് അമ്മ അവിടെ ഇരിക്കുകയാണ്. അപ്പം അങ്ങനെ രണ്ടുപേരും കൂടി ഒരു വണ്ടിയിൽ കയറിയിട്ടുണ്ട്. കൊണ്ടോടി പാവം, ബാറ്ററി പോയാ കൊച്ചു തള്ളടാ, ബാറ്ററി ഇല്ലാത്ത വണ്ടിയാടാ അത്. പാവണ്ടാ. സിറ്റ് ഔട്ടിലെയും അകത്തൊക്കെ ചെടികൾ ഞാനവിടെ പുറത്തു കൊണ്ട് വെച്ചേക്കായിരുന്നു കേട്ടോ. ഇന്നലെ ഇറക്കി വെച്ചാണ്, കുറച്ച് ദിവസം ഇറക്കിയിട്ടുണ്ടായില്ല. അപ്പോൾ കുറച്ച് ദിവസം നമ്മളിത് പുറത്തിറക്കാണ്ടാവുമ്പോൾ അപ്പിൻ്റെ ഇലയുടെ കളറൊക്കെ മാറും. കണ്ടോ, ഇതിൻ്റെ ഒന്നും വലിയ കുഴപ്പമില്ല. പക്ഷേ ഇതിൻ്റെയൊക്കെ ഇല ശരിക്കും കളറ് മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് വെയിൽ കൊള്ളിക്കാന്ന് വെച്ചാൽ ശരിക്കും വെയിലത്തേക്ക് തന്നെ കൊണ്ടുവച്ചിട്ടുണ്ടായത്. പിന്നെ അകത്ത് കയറ്റാൻ പോവാണ്. പാപ്പയ്ക്ക് ചക്കരൂമ്പ തരും. ചക്കരൂമ്പന്ന് ഇങ്ങോട്ട് നോക്കി തരില്ലേ? ഇവിടെ കവളത്താ ചക്കരൂമ്പ. ഒന്നുമില്ല, അമ്മ ചിരിച്ചപ്പോ ഞാനും ചിരിച്ചതാ. സൂപ്പർ ഒരു സാധനം കാണിച്ചാട്ടോ അമ്മോടെ കണ്ടുവന്ന്. ഞങ്ങള് ഇതേ ഉച്ചക്കാലത്തെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് ഇച്ചിരി റെസ്റ്റൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ ഇങ്ങോട്ട് മിടുവിൻ്റെ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഇപ്പോൾ മിടുവിൻ്റെ വീട്ടിലെത്തി. അപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ ഇവിടെ ഒരു മാങ്ങ കിടക്കണം കണ്ടോ, നല്ല ചോന്ന കളറിൽ കിടക്കണം. ഇതെന്തിട്ട് മാങ്ങിയമ്മേ? പേരെന്തിട്ടേന്? നല്ല മാങ്ങ ഉണ്ടോ? ഒരു ദിവസം ഞങ്ങൾ ഇതിന്റെ മാങ്ങ കൊണ്ട് ജ്യൂസ് അടിച്ചു. എന്ത് രസമായിരുന്നു, സൂപ്പറായിരുന്നു. അപ്പൊ ഹാപ്പി ഈസ്റ്റർ. ഞങ്ങളുടെ പ്രേക്ഷകരോട് ഹാപ്പി ഈസ്റ്റർ പറയാ. എളിമ. അപ്പൊ അമ്മ ഞങ്ങൾക്കിതേ നാരങ്ങ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ഉപ്പിട്ട സോഡയാണ്. എനിക്ക് വെള്ളം, എനിക്ക് സോഡ. കണ്ണൂത്തിക്കണേ. ഇപ്പൊ ഗ്രേസ് ഇവിടെ ഒറ്റയ്ക്ക് നിന്ന് കളിച്ചോണ്ടിരിക്കുകയാണ്. ഇമാനുവല് അപ്പുറത്തെ വീട്ടിലേക്ക് പോയിട്ടാ. അവിടെ ഒരു പട്ടിയുണ്ട്. എന്തിന്റെ പട്ടിയുടെ പേര്? ആ, ഇവൾക്ക് അങ്ങോട്ട് പോവാനായിട്ട് പേടിയാണ്.
അപ്പൊ അതുകൊണ്ട് മാനുവൽ പറഞ്ഞു അവൻ അതിന്റെ ഫോട്ടോ എടുത്ത് കൊണ്ടുവരാൻ നിന്നെ കാണിക്കാനെന്നും പറഞ്ഞു ഫോട്ടോ എടുക്കാൻ പോയേക്കണ. ബെല്ലെന്ന് കാണിച്ചെന്നേ. ഓ നിന്നെ പോലെ നീക്കണ്. ബെല്ല കൂടിന്റെ ഉള്ളിൽ കണ്ട പാവം മുഖം മാത്രം മൂക്ക് മാത്രം പുറത്തേക്ക് ഇട്ടിരിക്കണ്. നീ എടുക്കാതെ ഇപ്പൊ എടുക്കാതെ ഇപ്പൊ എടുത്തതാ. ഇവിടെ ഡാഡിയും മമ്മിയൊക്കെ വീഡിയോ കോളിലാണ്. അപ്പൊ എന്തായാലും ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഇത്ര നേരത്തെ വിശേഷങ്ങൾ. ഇനി മിടുവിന്റെ അങ്കിൾമാരുടെ വീട്ടിലൊക്കെ ഒന്ന് പോകണം. അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് വേറെ വീഡിയോ കൂടെ വരാം കേട്ടോ. ബൈ ബൈ. നിങ്ങളുടെ ഈസ്റ്ററൊക്കെ അടിപൊളി ആയിരുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറഞ്ഞോളൂ.